Hi students, welcome back to Bosco Campus Vision. I am Marina Michael, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Dear students, this is the 33rd lecture of Investment Management for BBA S5 students. In this lecture, we are going to discuss the powers of the board and the various departments under SEBI. Powers of the board, that is Securities Exchange Board of India, and various departments that are functioning under SEBI. Let's start with the powers of the board. What are the powers of the board? Board here means SEBI, Securities and Exchange Board of India. Power to call periodical returns from recognized stock exchange. Power to call periodical returns from recognized stock exchanges. Next, power to compel listing of securities by public companies. Next, power to levy fees or other charges for carrying out the purpose of regulation. Next, power to call information or explanation from recognized stock exchanges or their members. Next, power to grant approval to bylaws of recognized stock exchanges. നമ്മൾ കണ്ടായിരുന്നു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചായിരുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. വേരിയസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ ഫങ്ഷനിങ് ഇൻ ഇന്ത്യ. അന്നേരം ഈ എക്സ്ചേഞ്ചസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന അൾട്ടിമേറ്റ് അതോറിറ്റിയാണ് സെബി. അതുകൊണ്ട് തന്നെ സെബിക്ക് ഈ പറയുന്ന പവേഴ്സ് എല്ലാം വെസ്റ്റ് ആണ്. ആ ചെയ്തേക്കുന്ന പവേഴ്സിനകത്ത് നിന്നതുകൊണ്ട് സെബി അതിന്റെ താഴോട്ട് വരുന്ന ഓർഗൻസിനെയൊക്കെ, അതായത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയും ഇൻഫർമേഷൻസ് വാങ്ങുകയും പീരിയോഡിക്കൽ റിട്ടേൺസും ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനെയൊക്കെ കമ്പൽ ചെയ്യുകയും എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? റെഗുലേറ്റ് ദി ഫങ്ഷനിങ് ഓഫ് സെബി, റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. ദാറ്റ് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സെബി. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പവേഴ്സ് സെബിയിൽ വെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ പവേഴ്സ് എല്ലാം സെബി ഉപയോഗിക്കും. Power to control and regulate stock exchanges, power to direct enquiries to be made in relation to affairs of stock exchanges or their members, power to make or amend bylaws of recognized stock exchanges, power to grant registration to market intermediaries, power to declare applicability of Section 17 of the Securities Contract Regulation Act 1956 in any state or area, to grant license to dealers in securities. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പവേഴ്സ് എല്ലാം തന്നെ നമുക്ക് വേഗം മനസ്സിലാകുന്നതാണ്.
Then last power, that is section 17 of the Securities Contract Regulation Act 1956. അതെന്താണ്? ഈ സെക്ഷൻ 17 of the Securities Contract Regulation Act 1956 പറയുന്നത് ലൈസൻസിങ് ഓഫ് ഡീലേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ഇൻ certain cases. അന്നേരം ലൈസൻസ് കൊടുക്കാൻ ഡീലേഴ്സിന് അത് ഏതൊക്കെ സ്പെസിഫൈ ചെയ്തേക്കുന്ന സ്റ്റേറ്റിലും ഏരിയയിലും അതിനകത്ത് കുറെ സബ്സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സെക്ഷൻ 17 പറയുന്നത് ലൈസൻസിങ് ഓഫ് ഡീലേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ഇൻ certain cases. അതിന്റെ ആപ്ലിക്കബിലിറ്റി ഡിക്ലെയർ ചെയ്യാനുള്ള പവർ സെബിക്കാനുള്ളത്. അതിന്റെ സെക്ഷൻ 17 ആപ്ലിക്കബിലിറ്റി ഡിക്ലെയർ ചെയ്യാനുള്ള പവർ സെബിക്കാനുള്ളത്. അന്നേരം power to control and regulate stock exchanges, power to direct enquiries, power to make or amend bylaws. What do you mean by amendment? എന്തെങ്കിലും ചേഞ്ചസ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും പുറത്തുള്ള ബൈലോസില് നിയമവശങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനുള്ള പവർ സെബിക്കാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പവർ ടു ഗ്രാന്റ് രജിസ്ട്രേഷൻ ടു മാർക്കറ്റ് ഇന്റർമീഡിയറീസ്. മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവർക്കൊക്കെയുള്ള രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്യാനുള്ള പവർ സെബിക്കാണ്. Then section 17 of the Securities Contract Regulation Act 1956 that enables the applicability of section 17, that is licensing of dealers in securities in certain cases, that is the section 17. അതിന്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് അതിനെ ഡിക്ലെയർ ചെയ്യാനുള്ള പവർ സെബിക്കാണ് ഉള്ളത്. നെക്സ്റ്റ് ഈസ് various departments under Securities and Exchange Board of India. Which are the various departments functioning under SEBI? Mainly 4 departments are functioning under SEBI. First one, primary market department. Second one, secondary market department. Third one, issue management department. And lastly, institutional investment department. 4 departments are there. First one, primary market department, secondary market department, issue management department, and institutional investment department. Let's start with primary market department. That is the first department under SEBI. It deals with all policy matters and regulatory issues relating to primary market. This is the first department under SEBI, that is primary market department. We already learned this primary market. What do you mean by primary market? The primary market mainly deals with the new securities that are issued in the stock market for the first time. That is why it is also known as new issue market. The main function of the primary market is to facilitate the transfer of newly issued shares from the companies to the public. The main investors in this primary market are financial institutions, banks, etc. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന്. ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അന്നേരം ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയ പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത് ഓൾ പോളിസി മാറ്റേഴ്സ് ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ദി പ്രൈമറി മാർക്കറ്റ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോളിസി മാറ്റേഴ്സും എല്ലാ റെഗുലേറ്ററി ഇഷ്യൂസും ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയ പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ്. Okay, then second one, issue management and intermediaries department. This department is concerned with the inspection of offer documents and other things like registration, regulation and monitoring of issue related to intermediaries. എന്ന് വെച്ചാൽ ഈ ഡിപ്പാർട്ട്മെന്റിലാണ് ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സെബിയുടെ കീഴിൽ വരുന്ന എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന്റെയും എല്ലാ കമ്പനീസിന്റെയും അവിടെ നിന്ന് വരുന്ന ഡോക്യുമെന്റ്സും രജിസ്ട്രേഷനുള്ള കാര്യങ്ങളും റെഗുലേഷനും ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതും ഇന്റർമീഡിയറീസിന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവരെയൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇഷ്യൂ മാനേജ്മെന്റ് ആൻഡ് ഇന്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെന്റ്. Next department, that is secondary market department. Primary market department, issue management and monetary department, then secondary market department. It looks
looks after all the policy and regulatory issues for the secondary market, administration of the major stock exchanges and other matters related to it. ഇത് പ്രൈമറി മാർക്കറ്റ് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ച ഒന്നാണ് സെക്കൻഡറി മാർക്കറ്റ്. What do you mean by secondary market? Secondary market deals with securities which have already been issued and are owned by investors, both individual and institutional investors. It is the market where trading of the securities actually takes place. Thus, it is also known as stock market. It provides an organized mechanism for the purchase and sale of existing securities. സ്റ്റോക്ക് മാർക്കറ്റിനെ പറയുന്ന പേരാണ് സെക്കൻഡറി മാർക്കറ്റ്. അന്നേരം റെഗുലേറ്ററി ഇഷ്യൂസ്, സെക്കൻഡറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസി മാറ്റേഴ്സും റെഗുലേറ്ററി ഇഷ്യൂസും അഡ്മിനിസ്ട്രേഷൻ ഓഫ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെബി. Then lastly, institutional investment department. It concerned with the framing policies for foreign institutional investors. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇന്റർമീഡിയറീസിനെയും പ്രൈമറി മാർക്കറ്റിനെയും സെക്കൻഡറി മാർക്കറ്റിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ കണ്ടു, ഇൻവെസ്റ്റേഴ്സ് തന്നെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അന്നേരം ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പുറത്തുനിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്നല്ലാതെ വേറെ ഫോറിൻ കൺട്രീസിന് ഇവിടെ നമ്മുടെ സെക്യൂരിറ്റീസിൽ റിട്ടേൺ കൂടുതലാണെന്ന് കണ്ടുകൊണ്ട് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ പറയുന്ന പേരാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്. അവരുമായിട്ട് ബന്ധപ്പെട്ട, ദാറ്റ് ഈസ് അവര് ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ റൂൾസും റെഗുലേഷൻസും ബൈലോസും ഒക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളത്, ഇതൊക്കെ ഫ്രെയിം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, ദാറ്റ് ഈസ് ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെബി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ അന്നേരം ഈ ലെക്ചറിൽ കണ്ടത് പവേഴ്സ് ഓഫ് സെബി ആൻഡ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ സെബി. Thank you students and God bless you.